അപ്പോൾ പ്രഭാതം പൊട്ടിവിടരുന്നു. എപ്പോൾ? അല്ല, ശരി പറയൂ. കിളികൾ പറക്കുന്നു. കിളികളൊക്കെ പറക്കണോ സാറേ? കിളികൾ പറന്നോട്ടെ. പറ. ഈ സമയം രണ്ട് കൗമാര പ്രായക്കാർ നടന്നു വന്ന് സുക്കൂറും സൈനബയും. ആ പേര് മാറ്റണം. പേര് മാറ്റാം. ഈ കൗമാര പ്രായക്കാർ നടന്നു വന്ന് പരസ്പരം നോക്കുന്നു. എന്തിനു നോക്കുന്നു? അല്ല, അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എവിടെ ഇരിക്കുന്നു? അവിടെ അടുത്തൊരു സർവേരിക്കല്ലിൽ. സർവേരിക്കല്ല്. സർവേരിക്കല്ലെങ്കിൽ സർവേരിക്കല്ല്. ബാക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഒരു വൃദ്ധൻ നടന്നു വരുന്നു. സാറേ പണിയാവേ? ഈ സീരിയലിനകത്ത് എത്ര വൃദ്ധന്മാരുണ്ട്? ഒരു വൃദ്ധൻ. എങ്കിൽ ആ വൃദ്ധൻ വേണ്ട. ശരി. അപ്പോൾ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നു. അയാൾക്ക് എത്ര വയസ്സ് കാണും? ഒരു 78 വയസ്സ്. ഓക്കെ, ബാക്കി? ഇയാൾ നടന്നു വരുന്നത് കാണുമ്പോൾ ഈ കൗമാര പ്രായക്കാരുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ, അതായത് പേടി, ഭയം, ശുഷ്കാന്തി, ദ്രുണ്യത. എന്ത് ദ്രുണ്യത? എന്ത് ദ്രുണ്യത? ദൃണ്യത അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ സീരിയലിന്റെ പേരെന്താന്നാ പറഞ്ഞത്? മൈലാഞ്ചിയിട്ട കൈകൾ. ആ പേര് മാറ്റണം. പേര് മാറ്റാം. പിന്നെ ഇതിനകത്ത് സസ്പെൻസ് പോരാ. സസ്പെൻസ് നിറയ്ക്കണം. ഈ പ്രഭാതം പൊട്ടി വിടരണ്ട. പകരം കൂരാക്കൂരിരുട്ട്, വിജനമായ അന്തരീക്ഷം. പിന്നെ കിളികളൊന്നും പറക്കണ്ട. അതിന് പകരം കൂർത്ത കൊക്കുള്ള ഒരു പരുന്ത് വട്ടമിട്ട് പറക്കും. അങ്ങനെ പറന്നു വരുന്ന ഒരു ഷോട്ട്. അതിനുശേഷം താങ്കൾ പറഞ്ഞ രണ്ട് യുവമിഥുനങ്ങൾ നടന്നു വരുന്നു. എന്താണ് അവരുടെ പേര് പറഞ്ഞത്? സുക്കൂറും സൈനബയും. സുക്കൂർ കിടക്കട്ടെ, സൈനബ മാറ്റണം. സുക്കൂറും സിസിലിയും. അവർ നടന്നു വരുന്നു. നടന്നു വന്ന് എവിടെ ഇരിക്കുന്നു എന്നാ പറഞ്ഞത്? സർവേരിക്കലിൽ. അത് വേണ്ട. അതിന് പകരം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു. ഓക്കെ. ഈ സമയം പോലീസ് ജീപ്പ്. നോ, ആംബുലൻസ്. ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്ന് ഇവരുടെ മുമ്പിൽ നിൽക്കുന്നു. ആംബുലൻസ് എന്തിനു വന്നു? ആംബുലൻസും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്താണ്? ആരാണ് മരിച്ചത്? ഇതിൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് നിർത്തുന്നു. വെരി ഗുഡ്. നന്നായിരിക്കും സാർ. എങ്ങനെയുണ്ട്? അല്ല സാർ, ഇത് എൻ്റെ കഥയല്ലല്ലോ. എൻ്റെ കഥയാണ്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, താൻ ചെയ്തോളൂ. ഇത് അപ്രൂവ്ഡ്. റിജക്റ്റഡ്. അതെങ്ങനെയാ? ആ സത്യശീല സാറ് കഥയെല്ലാം മാറ്റി എഴുതിച്ചിട്ട് അത് അപ്രൂവ് ചെയ്തല്ലേ? പക്ഷെ ഞാൻ റിജക്ട് ചെയ്തു. താൻ വേറെ കഥ നോക്ക്. കോമഡി മതിയോ സർ? കോമഡി ശരിയാവില്ല. എടോ ഡയറക്ടർ മൊയ്തു കടവിൽ. അതായത് ഇമോഷണൽ ബിൽഡപ്പ് വേണം. അതായത് സ്ത്രീകളെ കരയിക്കണം, അവരെ ടി വിയുടെ മുന്നിൽ പിടിച്ചിരുത്തണം. ഭർത്താവ് വിശന്നു വന്ന് ആഹാരം ചോദിച്ചാൽ പോലും അവരെഴുന്നേക്കരുത്. അങ്ങനെ ആവുമ്പോൾ TRP കൂടും. ഇതാണ് TRP. അല്ല സാർ, അപ്പോൾ സത്യശീലൻ തിരുത്തി എഴുതിയ കഥയിൽ TRPക്ക് എന്തായിരുന്നു കുഴപ്പം? അതിനകത്ത് TRPയുടെ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പൊ തന്നെ അതിന്റെ ആദ്യത്തെ സീൻ എന്താണ്? ആദ്യം തന്നെ ഇരുട്ട്. എടോ, ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇരുട്ട് ഇഷ്ടപ്പെടുമോ? നമ്മുടെ ഒരു TRP കൂടാനുള്ള ഒരു നല്ല സീരിയലാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് സീൻ എങ്ങനെ വേണമെന്നറിയാമോ? പ്രഭാതം പൊട്ടിവിടരുന്നു. പിന്നെ അതുപോലെ തന്നെ പരുന്ത്. എടോ, പരുന്ത് എങ്ങനെ TRP കൂട്ടും? നമുക്ക് ഈ പരുന്തിന് പകരം ഈ കുഞ്ഞു കിളികളില്ലേ, കുഞ്ഞാറ്റ കിളികൾ, അവരുടെ ഒരു അങ്ങനെ ഒരു സെറ്റപ്പ് വേണം. അല്ലാതെ ഈ പരുന്ത് കുരുന്ത് ഈ കൂരിട്ട് ഒന്നും വേണ്ട. പിന്നെ രണ്ട് കൗമാരക്കാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു. അങ്ങനെ അവരുടെ കഥനകഥയോട് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഇമോഷണൽ ബിൽഡപ്പ് ഉണ്ടാവും. അല്ല സാറേ, സ്ത്രീകള് കരയും, പുരുഷന്മാര് പട്ടിണി കിടക്കും, TRP കൂടും. അല്ല സാർ, ഈ കഥ ഇത് എന്റെ കഥ. താമേണ ചെയ്തു കേട്ടോ. അപ്പൊ താൻ ഒരു കാര്യം ചെയ്യ്, ഈ കഥയൊക്കെ മാറ്റിയിട്ട് സത്യശീലനെ കൊണ്ട് ഒന്ന് അപ്രൂവ് ചെയ്യിപ്പിച്ചിട്ട് വാ കേട്ടോ. സാർ പറഞ്ഞ മാതിരി ചെയ്താൽ മതി കേട്ടോ. പോയിക്കോളെ. ഒന്ന് പുറത്ത് വരണേ, ഒന്ന് കാണാനുണ്ട്. ഒന്ന് പുറത്തുനിന്ന് കാണണം. ഞാൻ ഈ കൗമാരപ്രായക്കാരുടെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കൗമാരക്കാർ ഇങ്ങനെ പരസ്പരം ഇമ ചിമ്മാതിങ്ങനെ കണ്ണോട് കണ്ണിങ്ങനെ പോയില്ലേ? അതവിടെ നോക്കി ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ഇമ ചിമ്മാതെ ജിലേബി കൊടുക്കുന്നു, തിന്നുന്നു, ജിലേബി കൊടുക്കുന്നു, TRP കൂടുന്നു.
മിസ്റ്റർ മൊയ്തു കടവൻ. കഥയൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഇതിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഇതിലമ്മയ്ക്ക് 4 പെൺമക്കളല്ലേ? കുറെ കൂടി പെൺമക്കളാവാം. അങ്ങനെ ആവുമ്പോഴാണല്ലോ പ്രണയം, ഒളിച്ചോട്ടം, ഡിവോഴ്സ്, പീഡനം, അതിന്റെ പുതിയ ട്രെൻഡ് ആവും. അതെ, ഒരു കുടുംബത്തിൽ തന്നെ ഇത്രയും ദുരന്തങ്ങൾ സംഭവിച്ച് ആ കുടുംബം നശിച്ച് വെണ്ണീറാവുമ്പോ നമ്മുടെ TRPയും കൂടും. പിന്നല്ലാതെ. പിന്നെ ഇതിന്റെ ബഡ്ജറ്റിന്റെ കാര്യമൊക്കെ സ്വയംവരൻ സാർ എല്ലാം ശരിയായി. പക്ഷെ ഇതുപോലെ തന്നെ വേണം. എൻ്റെ ഒരു സീരിയൽ സ്വപ്നം പൂവണിയാൻ പോകുന്നു. 60,000 പെർ എപ്പിസോഡ്. അയ്യോ സർ, അത് കഷ്ടമാണ്, അന്യായമാണ് സർ. ആർട്ടിസ്റ്റുകൾക്കെല്ലാം വീതിച്ചു കൊടുത്ത പിന്നെ എനിക്ക് എന്താ സാർ കിട്ടുന്നത്? അല്ല, ഈ ആർട്ടിസ്റ്റിന് 10,000 രൂപ കൊടുക്കണോ? 5,000 രൂപയ്ക്ക് കുറയ്ക്കണം. അതുപോലെ തന്നെ പിന്നെയും കുറേ ചെലവുകൾ കുറയ്ക്കണം. അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. സാർ അപ്പോൾ ക്വാളിറ്റി, പ്രൊഡക്ഷൻ ക്വാളിറ്റി കിട്ടിയാൽ മതിയാവും. സാർ ഇതിന് മതിയാവില്ലല്ലോ സാർ. താനൊരു കാര്യം ചെയ്യും, ആദ്യത്തെ എപ്പിസോഡ്, അതായത് പൈലറ്റ് എപ്പിസോഡ് ചെയ്തുകൊണ്ട് പോവാ, അതൊന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ? ഓക്കെ സാർ. ഓക്കെ സാർ. സാർ, കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മൾ ഈ ബാധയും കൊണ്ട് ഇങ്ങനെ കളിക്കുക. അതിനെന്താ? ഇനി അത് ശരിയാവില്ല. ശരിയാവും. ഇപ്പൊ TRP ഉണ്ടല്ലോ. സാർ, നമുക്കൊരു മന്ത്രവാദിയെ കൊണ്ട് നീ ബാധയും ഒഴിപ്പിച്ചു. മന്ത്രവാദി വരട്ടെ. ഇപ്പൊ TRP ഉണ്ടല്ലോ. TRP താഴുമ്പോ മന്ത്രവാദി കേറി വരും. അപ്പൊ TRPയും കേറി വരും. പിന്നെ അങ്ങനെ പോട്ടെ. സാർ, ഇങ്ങനെ പോയിട്ട് TRP കുറയുമ്പോഴോ? അതപ്പോഴല്ലേ. അപ്പൊ ഇപ്പോഴോ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പോട്ടടോ. പോട്ടെ. നിങ്ങളുടെ കമ്പനിയുടെ MD മിസ്റ്റർ അനൂപ് കരുണാകരനോട് പറഞ്ഞ് എനിക്കൊരു ജോലി. നോൺസെൻസ്. മൊയ്തു കടവത്തിന്റെ ഈ സീരിയലിൽ നമുക്ക് അപ്രൂവൽ കൊടുക്കാം. അപ്രൂവ്ഡ്. റിജക്റ്റഡ്. അതെന്താ സാർ, അവിടെ അപ്രൂവ്ഡ് പറഞ്ഞല്ലേ? പക്ഷെ മൊയ്തു, ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി തീരെ ഇല്ല. തന്നെ ഇതിനകത്ത് മൊത്തം ചെയ്തിരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ശരിയല്ല. പിന്നെ ഈ എപ്പിസോഡിൽ ഒരു ട്വിസ്റ്റ് ഇല്ല. ട്വിസ്റ്റ് ഇല്ല. ഈ ഇമോഷൻസ് തീരെ ഇല്ല. ഇമോഷൻസ് ആവശ്യത്തിനുണ്ട്, അത് മതി. സാറേ, കണ്ണീര് ഇത്തിരി കുറവായിരുന്നു. നീര് കുറച്ച് കുറവാണ്. പിന്നെ 1-2 ആർട്ടിസ്റ്റുകളെ മാറ്റി റീഷൂട്ട് ചെയ്യണം. അപ്പൊ അത് റീഷൂട്ട് ചെയ്യണം. പിന്നെ മസാല തീരെ കുറവാണ്. മസാല ഉണ്ടല്ലോ അടുക്കളയില്, ഇവിടെ ഇല്ല. പിന്നെ പാട്ട് വേണം, കല്യാണം വേണം, നല്ല നല്ല സാരികൾ വേണം. ഇതൊക്കെ മാറ്റി റീഷൂട്ട് ചെയ്യണം. അപ്പം പക്ഷെ മൊയ്തു, നിങ്ങൾ റീഷൂട്ട് ചെയ്ത് കൊണ്ടുപോവാ കേട്ടോ. അപ്പൊ നമുക്ക് തീരുമാനിക്കാം. പിന്നെ മസാലയുടെ കാര്യം മറക്കരുത് കേട്ടോ. നല്ല ചിക്കൻ കറി പോലെ ഇരിക്കണം, വറുത്തരച്ചത്. പക്ഷെ സത്യശീലം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. വറുത്തരച്ച ഇല്ല, കഴിക്കണം. മറിമായം